ഈ നാടിനകത്ത് ജീവിക്കാൻ ഏതെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഡോളറിന്റെ ആവശ്യമുണ്ടോ? ഊരാച്ചിപ്പടിയിലോ വളയൂരോ പോയി ഏതെങ്കിലും ഒരു പച്ചക്കറി കടയിൽ കയറിക്കൊണ്ട് സാധനമായി കഴിഞ്ഞാൽ ഇവർ കൊടുക്കുന്നത് ഡോളറാണോ? അല്ലല്ലോ. ഈ ഡോളർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത് വലിയ തരത്തിലുള്ള ചൂതാട്ടങ്ങളാണ്. ഈ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഈ ഡോളർ കൈവശം വെക്കുന്നത്. അല്ലാണ്ട് എന്തിനാ ഡോളറിന്റെ ആവശ്യം ഈ നാട്ടിൽ? വലിയ രീതിയിലുള്ള ഓൺലൈൻ ചൂതാട്ടങ്ങളിലൂടെയും ഗാംബ്ലിങ്ങിലൂടെ നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുക എന്നുള്ള സന്ദേശം കൂടി ഈ മെമ്പർ ഇതിനകത്തിരുന്ന് ചെയ്യുന്നുണ്ട്. ചെറുതലല്ല കാര്യം. പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ കഴിയുന്ന പാകത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മെമ്പർ ചെയ്തു വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ടൈമിൽ ഏറ്റവും മികച്ച പഞ്ചായത്ത്, ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ, സ്വരാജ് ട്രോഫി അടക്കമുള്ള ട്രോഫികൾ വാങ്ങിക്കൊണ്ട് ഈ പഞ്ചായത്തിനകത്ത് വെച്ചു. ഇപ്പൊ ഇവരെന്താ വെച്ചത്? ഇവിടെ ഭരണത്തിലേറിക്കൊണ്ട് മാസങ്ങളെ പിന്നിടുന്നുള്ളൂ. ഇവിടെ പോലീസുകാരെ കൊണ്ട് അണിനിരത്താണ്. ഇവിടെ മാർച്ച് വരികയാണ്. ഡോളർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവാണ്. കൊടും ക്രിമിനലുകളുടെ താവളമായിക്കൊണ്ട് ഈ വളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മാറി എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. വെറും ഡോളർ തട്ടിപ്പ് മാത്രമല്ല, ഈ ഭരണസമിതിയിൽപ്പെട്ട കോൺഗ്രസിന്റെയും ലീഗിന്റെയും മെമ്പർമാർ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം നേരിടുന്ന ആളുകളാണ്. അതൊക്കെ വരും കാലത്ത് പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ പഞ്ചായത്തിന്റെ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ ചെയ്യാണ്. ഇനി അന്വേഷണം അത് നേരായ വഴി നടക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. UDFിന്റെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ പണി നിയമപരമായി എടുക്കുകയാണെങ്കിൽ ഈ പരാതിക്കാരൻ പ്രതിയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും ഇത് ചെയ്തിട്ടുള്ളത് ദേശദ്രോഹ കുറ്റമാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. നേരായ രീതിയിൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ മുഹമ്മദ് റാഫി 1-ാം പ്രതി പട്ടികയിൽ എത്തിച്ചേരും, ഒരു സംശയമില്ല. ഇതെന്തോ മാറ്റത്തിന്റെ തുടക്കമാണെന്നാണ്. പട്ടാമ്പിക്കും ഇനി ഓക്സിജൻ.